ഞങ്ങൾ ഓണം കഴിഞ്ഞ് പിറ്റേന്നാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. മൂലമറ്റം കഴിഞ്ഞ് എലപ്പള്ളി എടാടെന്നുള്ള സ്ഥലത്താണ്. എടാട് കഴിഞ്ഞ് പുളിക്കത്തടം എന്ന് പറയും, ശരിക്കും സ്ഥലം പുളിക്കത്തടം, എടാട് അതാണ് സ്ഥലം. പുളിക്കത്തടത്തെക്കുറിച്ച് കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ കുറേ കൊടംപുളി ഒരുപാട് എല്ലാവർക്കും തന്നെ അവിടെ കൊടംപുളിയുടെ മരങ്ങളുണ്ട്, ഒരുപാട് ഇഷ്ടം പോലെ. അതുകൊണ്ടാണ് പുളിക്കത്തടം എന്ന് പേര് വന്നേക്കുന്നത്. കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയത്. അവിടെ അങ്ങോട്ടുള്ള വഴി കുറച്ച് മോശമാണ്. അതുകൊണ്ട് തന്നെ നല്ല പ്രകൃതി ഭംഗിയൊക്കെയാണ്, കാണാൻ നല്ല രസമാണ്. പക്ഷെ വീട്ടിലോട്ടുള്ള വഴി, മെയിൻ റോഡിൽ നിന്ന് വീട്ടിലോട്ടുള്ള വഴി കുറച്ച് മോശമായതുകൊണ്ട് കയറ്റമാണ്. അതുകൊണ്ട് ഓട്ടോയെ 4 പേർക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ താഴെ ഓട്ടോ ഇട്ടിട്ട് ഞങ്ങൾ നടന്നാണ് പോകുന്നത്. ഒരു മുക്കാൽ മണിക്കൂറില്ല, എന്നാലും അരമണിക്കൂറും മിച്ചം നടക്കാനുണ്ട്. 3/4 മണിക്കൂറിൻ്റെ അടുത്ത് നടക്കാനുണ്ട്. കുറച്ച് ചെറിയ ചെറിയ വലരികൾ, തോട് പോലെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് 2, 3, 4 ഇടത്തുണ്ട്. പിന്നെ അതുപോലെ കുറച്ചിടം കോൺക്രീറ്റ് ചെയ്ത വഴിയാണ് കണ്ടോ, കുറച്ചിടം ഇങ്ങനെ മണ്ണ്. പിന്നെ നേരത്തെ എന്ന് വെച്ചാൽ ഇതിലും മോശമായിരുന്നു വഴിയൊക്കെ. അതായത് എൻ്റെ കല്യാണം കഴിയുന്ന സമയത്തൊക്കെ ശരിക്കും ഈ റോഡില്ലേ, ഓഫ് റോഡ് ജീപ്പ് പോകുകയല്ലേ, അത് കുട്ടി കല്ലും ഇങ്ങനെ കല്ലേക്കൂടെ അങ്ങനത്തെ വഴിയായിരുന്നു. ഇതുപോലത്തെ കല്ലേക്കൂടെ അന്ന് ജീപ്പൊക്കെ അങ്ങോട്ട് കയറുള്ളായിരുന്നു. ഇപ്പോഴും ജീപ്പ് കയറുള്ളല്ലേ, ഓട്ടോ പോകും. 2 പേരൊക്കെ വെച്ചാണ് ഓട്ടോ കയറും. അല്ലെങ്കിൽ ജീപ്പൊക്കെ തന്നെ എപ്പോഴും എല്ലാവരും യാത്ര ചെയ്യുന്ന. ഇങ്ങനെ തോട് പോലെയൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ പാലങ്ങൾ പോലെ ഉണ്ട്. അതിലെയാണ് പോകുന്നത്. എൻ്റെ മോളൊക്കെ അങ്ങനെ ഒത്തിരി നടക്കാത്തതായതുകൊണ്ട് വീട്ടിൽ പോകുമ്പോൾ മടുക്കും എപ്പോഴും ഇങ്ങനെ നടന്ന്. ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് ഒരോട്ടോയ്ക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പയ്യെ നടന്നാണ് പോയത്. അങ്ങനെ ഞങ്ങൾ നടന്ന്, മോൻ കുറച്ച് മുമ്പേ നടന്നങ്ങ് പോയി. ഞാനും കൊച്ചും ഒരുമിച്ച്. അവിടെ ധാരാളം കുടംപുളികളുണ്ട്, കുടംപുളികളുടെ തോട്ടങ്ങൾ തന്നെയുണ്ട് അവിടെ ഇഷ്ടംപോലെ. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കുടംപുളിയൊക്കെ ഉള്ളത്. പിന്നെ അവിടെ എല്ലാ കൃഷികളും ഉണ്ട്. ശരിക്കും എല്ലാവർക്കും തന്നെ കൃഷിക്കാരാണ് അവിടെ കൂടുതലും ഉള്ളത്. ഇപ്പം ചേട്ടൻ്റെ അച്ഛനായാലും നല്ല ഒന്നാന്തരം കൃഷിക്കാരനാണ്. കൃഷിയുടെ മികച്ച കർഷകനുള്ള അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം വീടിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. അവിടെ എല്ലാം ഈ മലകളും എല്ലാമാണ്. നല്ല ഈ പട്ടണത്തിൽ നിന്നൊക്കെ ടൗണിൽ നിന്നൊക്കെ പോകുന്നവർക്ക് അവിടെയൊക്കെ ഇഷ്ടപ്പെടും. പക്ഷെ നടപ്പ് കുറച്ചേറെയുണ്ട്. എന്നാലും പലരും കൃഷി കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ വരാറുണ്ട്. കൊക്കോ ഉണ്ട്, കാപ്പിയുണ്ട്, അങ്ങനെ പല പല കൃഷികൾ അവിടെയുള്ളവർ ചെയ്യുന്നത്. എല്ലാ കൃഷികളും ഉണ്ട്, ഗ്രാമ്പൂ, ഏലക്ക, എല്ലാ കൃഷികളും ഉണ്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ നടന്ന് വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അമ്മ ഞങ്ങളെ നോക്കി വാതൊക്കെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇനി വീണ്ടും കാണുന്നവരെ ബായ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.